വാ. ആ വാ. ഞാൻ ലോക്കി ലോക്കി എന്റെ അമ്മ എപ്പോയി ലോക്കിയേ ഞാൻ പോട്ടെ പോന്നാ അമ്പലത്തിൽ പോണ്ടേ ഞങ്ങൾ അമ്പലത്തിൽ പോയി വാ. ഞാൻ ഇന്നില്ലടോ. ശരി. ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് വീഡിയോക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്താൻ വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് സംസാരിച്ചൊക്കെ എന്തൊക്കെ ചെയ്യാന്നാ വിചാരിക്കുന്നത്. അപ്പോ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എല്ലാവരും കമന്റിൽ കൂടെ അറിയിക്കലുണ്ട് നിങ്ങൾക്ക് എന്താ സംസാരിക്കാത്തത്, നിങ്ങൾക്ക് എന്താ സംസാരിച്ചുകൊണ്ട് ചെയ്തുകൂടെ വീഡിയോ നോക്കാം. പക്ഷെ ഒക്കെ അന്നേരമൊക്കെ എനിക്ക് പേടി കേട്ടോ. അങ്ങനെ ഒരുപാട് സംസാരിച്ചാൽ എന്തേലും പൊട്ടത്തരം പറഞ്ഞാല് പിന്നെ അതൊരു മോശമായി വരികയെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കലില്ല കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, ഞാനിപ്പോൾ
വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ. പിന്നെ ഞാൻ ആദ്യം വീഡിയോ ഇപ്പോൾ ഒരു കൊല്ലം മുന്നെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിപ്പോൾ ചെറിയൊരു സെറ്റൊക്കെ ഉണ്ടാക്കി അടുപ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ തന്നത്. ഒരു 6 മാസമൊക്കെ വീഡിയോ ഞാൻ ചെയ്ത്. അപ്പോൾ അതിന് വ്യൂസൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ സെറ്റൊക്കെ ഒന്ന് നന്നാക്കിയാൽ കുറച്ചുകൂടിയൊക്കെ വ്യൂവേഴ്സൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എൻ്റെ ഒറ്റ റിസ്കിൽ ഞാൻ ആണ് അയ്യോ ഇതിങ്ങനെ അല്ല കേട്ടോ, കൊണ്ട് തറച്ചെടുക്കണം, ഇങ്ങനെ വട്ടത്തിലരിഞ്ഞെടുക്കണം. എന്നോട് പറയുന്നതിൻ്റെ തിരക്കിൽ തറച്ചു വരാം ഉപ്പേരി വെക്കുന്ന പോലെ. അപ്പം ഞാൻ ഇപ്പോൾ ഈ സെറ്റൊക്കെ ഉണ്ടാക്കി. ഒരുപാട് പൈസയൊക്കെ എനിക്ക് ഈ സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുടക്കാം കേട്ടോ. എൻ്റെ ഒറ്റ റിസ്കിൽ ഞാൻ ചെയ്തെടുത്തതാണ് ഈ സെറ്റ്. അപ്പോൾ ആദ്യം 6 മാസം വീഡിയോ ഇട്ട് ശേഷമാണ് ഞാൻ ഈ സെറ്റ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ സെറ്റ് ഉണ്ടാക്കി അതിൽ തന്നെ ഒരു ഹൗസ് വാമിങ് പോലെ കുറച്ചാളെയൊക്കെ വിളിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്ത്. അപ്പം അത് അപ്ലോഡ് ചെയ്തതിൽ മ്യൂസിക്കിന് കോപ്പി റൈറ്റ് വന്നു. അത് കാരണം എന്തോന്നറിയില്ല, അത് പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കി മ്യൂസിക് ഒഴിവാക്കി പെട്ടെന്ന് തന്നെ ഞാൻ ആ വീഡിയോ തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്ത്. അപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് കിട്ടിയത്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4000 വ്യൂസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം പിന്നെ ഇട്ടൊരു വീഡിയോയ്ക്ക് കുറച്ച് ഒരു 30,000 ഒക്കെ വ്യൂസ് കയറി കിട്ടോ. പിന്നെ ഇപ്പം ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ഒരു 1.5 മാസത്തോളമായി എനിക്ക് സുഖമില്ലായിട്ട് ഞാൻ കുറച്ച് വീഡിയോ നിർത്തി വെച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിക്ക്. അപ്പോൾ അതിനൊക്കെ വ്യൂവേഴ്സ് കുറവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടായിട്ടാണോ എന്തെന്നാന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷനൊക്കെ കുറവാണ്. എന്നാലും റെക്കമെൻഡൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ കുറേ റെക്കമെൻഡേഷൻ ചെയ്യുന്നതിൽ കുറച്ചൊക്കെ ആൾക്കാരെടുത്ത് കാണുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സും കുറവാണ്. 1000 കഴിഞ്ഞ് 1255 സബ്സ്ക്രൈബേഴ്സാണ് ആയത്. അപ്പോൾ 4000 വാച്ചിങ് അവേഴ്സ് ആയാലാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആകും. അപ്പോൾ ഈ വീഡിയോ കൂടി ഇട്ടാലാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആവും. എനിക്ക് മുന്നേ തന്നെ മോണിറ്റൈസേഷൻ ആണ്ടാകട്ടോ. ഞാൻ ആദ്യം ഒരു മെയിലാണ് ഫസ്റ്റിലത്തെ വീഡിയോ ഇട്ടത്. ആ ഫസ്റ്റിലത്തെ വീഡിയോ ഇട്ട് പിന്നെ ഈ സെറ്റൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒരു കൊല്ലം അങ്ങ് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്ന വീഡിയോൻ്റെ അകത്തുനിന്ന് എൻ്റെ വാച്ചിങ് അവേഴ്സ് മൊത്തം കട്ടായി പോവുകയാണ്. അല്ലെങ്കിൽ ഇതിന് മുമ്പേ എനിക്ക് മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ എന്താന്നുള്ളത് എനിക്കറിയില്ല എന്താന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോയ്ക്ക് ഒരു മാറ്റം വരുത്തി ഒന്ന് സംസാരിച്ചൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊക്കെ വിചാരിച്ചിട്ട് കൂടിയാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ സംസാരങ്ങളും പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെയൊക്കെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് കുറേ ബാധ്യതകളുണ്ട്. എനിക്ക് യൂട്യൂബ് ഒന്ന് സക്സസ് ആയിട്ട് വേണം. അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് എനിക്ക് തരണം.
വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പിന്നെ ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയിപ്പോൾ ഇടും. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ വില്ലേജ് ലൈഫായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ കാണിക്കാനും കൂടിയാണ് എൻ്റെ വിചാരം. ഇത് മാത്രമായി കാണിക്കുന്നതുകൊണ്ടാണോ ചുറ്റുപാട് മറ്റു കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തോ ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെടാത്തത് എന്തോന്നും അറിയില്ല. വ്യൂവേഴ്സ് കുറവാണ്, അല്ലെ യൂട്യൂബേഴ്സിന് ഭാഗത്തുനിന്ന് റെക്കമെൻഡേഷൻ കുറയുന്നുണ്ടാന്ന് അറിയുന്നില്ല. 1-2 പ്രാവശ്യം വീഡിയോക്ക് കോപ്പി റൈറ്റ് വന്നിക്ക്. അതുകൊണ്ടാണോ എന്തെന്നാന്ന് അറിയില്ല. വീഡിയോ ആദ്യമൊക്കെ കാണുന്നേരം ആൾക്കാർക്ക് നല്ല അഭിപ്രായം കേട്ടോ. പിന്നെ നല്ല വീഡിയോ ആണ് ഒക്കെ നല്ല അഭിപ്രായമാണ് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമല്ല ഇപ്പം പറയുന്നുണ്ട്. കാണാൻ കുറച്ച് ആൾക്കാരെങ്കിലും നല്ല അഭിപ്രായം തന്നെയാണ് ഇതുവരെ പറഞ്ഞ്. ഒരു ബേഡ് കമൻറ്റും ഇതുവരെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾ നല്ല സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. ഇനി കണ്ടിന്യൂ വീഡിയോ ഇടാമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ നിങ്ങളും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു മനസ്സ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞപ്പോൾ കുറേ എൻ്റെ സ്വന്തം റിസ്കിലാണ് ഞാൻ ഈ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും. അപ്പോൾ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുവരുന്നതും പിന്നെ എഡിറ്റിങ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോ ഞാനിട്ട് പക്ഷെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കില്ല. എനിക്ക് ഇതിൻ്റെ അതൊന്നും ഒരു വരുമാനം കിട്ടാനും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോ ഇടാനുള്ളൊരു പ്രയാസം കൂടി ഉണ്ട്. അപ്പോൾ എന്നാലും ഇടാണ്ടിരിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മുടങ്ങാണ്ട്. അപ്പോൾ അതുകൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ തന്നെ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക. അത്രമാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ കേട്ടോ ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഞാനിത് ഇന്നലെ സന്തോഷമായിട്ടും കൊണ്ടുവന്നു കേട്ടോ. കയ്പ സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെ കയ്പ കിട്ടിയാൽ അന്നേരം തന്നെ ഉപ്പേരി വെക്കും. ഉപ്പേരിയൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാനിത് നന്നായിട്ട് തറച്ചിടും കേട്ടോ. തറച്ചിട്ടിട്ട് ഞാൻ വെള്ളത്തിലാട്ടോ ഉപ്പും മഞ്ഞളും പിന്നെ പച്ചമുളക് ഇട്ടിട്ട് വെള്ളത്തിൽ അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്പുള്ള കയ്പയാണെങ്കിൽ പിന്നെ നമ്മൾ അടച്ച് മൂടി വെക്കാണ്ട് വേവിച്ച് ആവി പുറത്തേക്ക് പോക്കി കഴിഞ്ഞാൽ കയ്പിന് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ പക്ഷെ ഇന്നലെ എനിക്ക് കയ്പ കിട്ടിയിട്ട് ഞാൻ ഇന്നലെ ഉപ്പേരി വെച്ച് നോക്കുമ്പോൾ ഞാൻ അതുപോലെ തന്നെ കേട്ടോ ചെയ്തത്. പക്ഷെങ്കിൽ ഒത്തിരി കയ്പും പോയിക്കില്ല, നല്ല കയ്പ് തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് കൂട്ടാൻ പറ്റിയില്ല. പിന്നെ മോൻ കുറച്ച് കൂട്ടി, സന്തോഷമായിരുന്നു കുട്ടിക്ക്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ് കയ്പാണെങ്കിൽ ഇത് ചെത്തിയിട്ട് ഉണക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനിതൊന്ന് ചെത്തിയിട്ട് ഉപ്പൊക്കെ പെരക്കി വെയിലത്തിടാന്ന് വിചാരിച്ചാട്ടോ. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ വറുത്ത് കഴിഞ്ഞാൽ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. അല്ലാണ്ട് പിന്നെ ഉപ്പേരി വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം കയ്പൊക്കെ ആണെങ്കിൽ എനിക്ക് ആ ഉപ്പേരി മാത്രം മതി. അത് മാത്രം കൂട്ടിയിട്ട് ഞാൻ ചോറ് തിന്നും. പക്ഷേ ഇതിൻ്റെ സ്ഥിതി വളരെ മോശമാണ്, ഭയങ്കര കയ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണക്കിയെടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഉപ്പേരി വെക്കൽ ഒഴിവാക്കാം. ഇതൊന്ന് നുറുക്കിയെടുക്കട്ടെ കേട്ടോ.
എന്നിട്ട് വേണം എനിക്ക് പിന്നെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇത് ഞാൻ നുറുക്കിയെടുത്തിട്ട് വരാം കേട്ടോ. കണ്ട അവിടെയൊക്കെ പൂവ് പൊടിച്ച് പോവും. മല്ലിക ചെടി ഒക്കെ അങ്ങോട്ട് മാറ്റി പിടിച്ചു. എവിടെ പോഞ്ഞി തീ തീ പോട്ടെ പോയി. ഇതെന്നാ നോക്കി നടക്കുന്നത്? എന്തോ മാർഗം അതിൻ്റെ അടുത്തുണ്ടല്ലോ. നോക്കി നടക്കുന്നത് ഇത് പോവാൻ കുറഞ്ഞല്ലോ കേട്ടോ.
പിന്നെ ഇത്ര പൂവൻ കുറഞ്ഞാൽ കിട്ടിയുള്ളൂ. കുറേ ഒന്നും വേണ്ട, കുറച്ചും കൂടി കിട്ടിയാൽ നല്ലതാണ്. എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് കഞ്ഞെണ്ണ, ഇത് വയലിൽ നിന്ന് പകുതി വയലിൽ നിന്ന് പറിച്ചതാണ്, പകുതി ഞാനിവിടെ നട്ട് വളർത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഉരുളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം. ഇടിക്കുമ്പോഴത്തേക്ക് കറുപ്പ് കളറായി എനിക്ക്. പിന്നെ ഒരു ദിവസം തേച്ചിട്ട് പിന്നെ ഒരാഴ്ച തേച്ചിട്ട് നിർത്തിക്കളയത്. അത് സ്ഥിരം തേക്കുക, ഉള്ളറിഞ്ഞ് തേക്കണം. നമ്മളിങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ചിരുന്നു കേട്ടോ കുറേ സമയം. ഇതിപ്പം തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ ഇളക്കണം കേട്ടോ. കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തീർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. എന്താ മണം, നല്ല മണമുണ്ട്. എണ്ണ മുഴുവൻ ഇതിൻ്റെ അകത്താട്ടുള്ള, ഇത് ഇനി പീഞ്ഞെടുക്കണം, എന്നാലേ നമുക്ക് എണ്ണ കിട്ടും. മുഴുവൻ എണ്ണ ഇതിൻ്റെ അകത്ത് കുടിച്ച് കിടക്കുകയാണ്, അത് പീഞ്ഞെടുക്കണം. എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ.